ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളർ പേപ്പർ വെച്ചിട്ട് ഒരു ഫ്ലവർ തയ്യാറാക്കാനാണ് പോണത്. അപ്പോൾ ഞാൻ 2-3 ഷെയ്ഡ് ഒരുമിച്ച് എടുത്തിട്ട് മടക്കിയിട്ടുണ്ട്. നമ്മൾ A4 സൈസിലുള്ള ഒരു പേപ്പറായിരുന്നു. ആ പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വെച്ചിട്ട് നമ്മൾ സൈഡിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ മടക്കി കൊടുത്തതിൻ്റെ അവിടം വരെയാണ് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഫുള്ളായിട്ട് നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2-3 ഷെയ്ഡുകൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്കിങ്ങനെ ചെയ്ത് വേറെടുത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ 6 ഷെയ്ഡിലുള്ള കളർ പേപ്പറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 3 വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മടക്കിയിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മടക്കി കൊടുത്തിരുന്ന ആ ഒരു പോർഷനിൽ ഗമ്മ് തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എത്ര ഫ്ലവർ ഉണ്ടാക്കുന്നോ അത്രയും എണ്ണത്തിൻ്റെ കളറും നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 6 ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. 6 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റെമ്മ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു എന്തെങ്കിലും ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പച്ച കളറിലുള്ള പേപ്പർ നമ്മളിതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മും തയ്യാറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സംഭവം ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം താഴെ വരെ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നന്നായിട്ട് നല്ല രീതിയിൽ അവിടെ ആ ഒരു ഫ്ലവർ അവിടെ നന്നായിട്ട് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് അഴിഞ്ഞു പോരുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ഫ്ലവർ തയ്യാറായിട്ടുണ്ട്. ബാക്കി കളറും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. താഴെ നമ്മൾ ഗമ്മ് വയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവിടെ അഴിഞ്ഞു പോരാത്ത രീതിയിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലീഫും കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരുമിച്ച് ഒരു 3-4 ലീഫ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് ഒരു 4-5 മടക്കിയതിന് ശേഷമാണ് ഞാൻ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ നീളത്തിലുള്ള ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മുടെ ലീഫിൻ്റെ സൈസും വലിപ്പവും അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫ് നമ്മൾ കത്രികേൻ്റെ ആ ഒരു സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചുരുണ്ട് കിട്ടും. അപ്പം നമ്മൾ ആവശ്യാനുസരണം ഓരോ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാൻ 6 ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ ഓരോ ഫ്ലവറിലും വെച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന കടലാസിൻ്റെ ആ ഒരു കളറിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ പകുതി ഭംഗിയിരിക്കുന്നത്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കളറുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.